Hello everyone, welcome. Marketing Management previous class നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്ന കൺസ്യൂമർ ബിഹേവിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കൺസ്യൂമർ ബിഹേവിയറിന്റെ പാർട്ട് 2 അല്ലെങ്കിൽ രണ്ടാമത്തെ ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രീവിയസ് ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞു നിർത്തി വെച്ചിരുന്ന ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കൺസ്യൂമർ ബിഹേവിയറിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. So factors influencing consumer behavior രണ്ട് factors already നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. Personal factors and social factors. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് psychological factors and cultural factors. So അപ്പോൾ പെട്ടെന്ന് നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. Psychological factors. Every person has distinguishing psychological characteristics which influence his buying behavior. So അപ്പോൾ നമ്മുടെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കാം അത്? The important psychological factors affecting the consumer behavior as follows. ഏതൊക്കെയാണ്? നിങ്ങളെ തന്നെ ഓർക്കുക. നിങ്ങളുടെ പേഴ്സണാലിറ്റി, നിങ്ങളുടെ മോട്ടിവേഷൻ, നിങ്ങളുടെ പെർസെപ്ഷൻ, നിങ്ങളുടെ ലേണിംഗ്, നിങ്ങളുടെ ബിലീഫ്സ്, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്. യെസ്, 6 ഫാക്ടേഴ്സ് ആണ് അവിടെ പറയുന്നത്. അപ്പൊ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കൺസ്യൂമർ ബിഹേവിയറിനകത്തെ മൂന്നാമത്തെ മെയിൻ ഫാക്ടർ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്. സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് the personality, motivation, perception, learnings, beliefs and attitude. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഒരു കൺസ്യൂമർ ബിഹേവിയറിൽ ചേഞ്ചസ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, പേഴ്സണാലിറ്റി. Yes, it refers to the combination of emotional, attitudinal and the behavioral response pattern of a consumer. So ഇപ്പൊ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു കോമ്പിനേഷൻ ആണ്. It's a combination of emotional, attitudinal and the behavioral response pattern of a person. അപ്പൊ നമ്മുടെ ഇമോഷൻ അവിടെ ഒരു ഫാക്ടർ ആണ്, നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ ഒരു ഫാക്ടർ ആണ്, നമ്മുടെ ബിഹേവിയറിൽ ഒരു ഫാക്ടർ ആണ്. അപ്പൊ ഇതിന്റെ ഒരു കോമ്പിനേഷൻ ആണ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത്. ഇതിന്റെ റിഫ്ലക്ഷൻ ആണ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പൊ പേഴ്സണാലിറ്റി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക് പാറ്റേൺ ഓഫ് തോട്ട്സ്, ഫീലിംഗ്സ്, ബിഹേവിയർ ദാറ്റ് മേക്ക് എ പേഴ്സൺ യുണീക്ക്. അപ്പൊ എല്ലാവരുടെയും പേഴ്സണാലിറ്റി ഒരുപോലാണോ? അല്ല, പേഴ്സണാലിറ്റി ചേഞ്ച് ഉണ്ട്. കാര്യം എന്തുകൊണ്ടാണ്? ഇത് ക്യാരക്ടറിസ്റ്റിക്സ് പാറ്റേൺ ഓഫ് എ തോട്ട്സ്, ഫീലിംഗ്സ് ആൻഡ് ബിഹേവിയർ. അപ്പൊ തോട്ട്സ് വ്യത്യാസമുണ്ട്, നമ്മുടെ ഫീലിംഗ്സ് വ്യത്യാസമുണ്ട്, നമ്മുടെ ബിഹേവിയേഴ്സ് വ്യത്യാസമുണ്ട്. അതുവഴി എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ വ്യക്തിയും യുണീക്ക് ആണ്. അതിനനുസരിച്ച് നമ്മുടെ കൺസ്യൂമർ ബിഹേവിയർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. സോ അപ്പൊ മെയിൻ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? തോട്ട്, ഫീലിംഗ്സ് ആൻഡ് ബിഹേവിയർ. അതിനനുസരിച്ച് ഞാൻ കാണിക്കുന്ന കൺസ്യൂമർ ബിഹേവിയർ അല്ല മറ്റൊരാൾ കാണിക്കുന്ന, അതല്ല അതിനടുത്തുള്ള ഒരാൾ കാണിക്കുന്നത്. There are different type of personalities on the basis of unique personal characteristics of individuals. ഈ യുണീക്നെസ് ഉള്ളത് കൊണ്ട് തന്നെ, ഈ യുണീക് പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളത് കൊണ്ട് തന്നെ different type of personalities on the basis of the unique characteristics of individual. അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽസിന് എന്താണ്? യുണീക് പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കുന്നു. അതിനനുസരിച്ച് അവരുടെ കൺസ്യൂമർ ബിഹേവിയർ ചേഞ്ച് ചെയ്യുന്നു. സോ ദ ബിഹേവിയർ പാറ്റേൺ ഓഫ് കൺസ്യൂമേഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ഹിസ് പേഴ്സണാലിറ്റി. അപ്പൊ ഡിഫറെന്റ് പേഴ്സണാലിറ്റീസ് ഉണ്ട്, നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകേണ്ട കാര്യമില്ല. അപ്പൊ ഡിഫറെന്റ് പേഴ്സണാലിറ്റീസ് എടുത്തു കഴിഞ്ഞാൽ അവർ കാണിക്കുന്ന കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. എന്തുകൊണ്ടാണ്? യുണീക്നെസ് ആണ്, യുണീക്ക് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, യുണീക് തോട്ട്സ്, യുണീക് ഫീലിംഗ്സ്, യുണീക് ബിഹേവിയർ. സോ അതിന്റെ ഒരു കോമ്പിനേഷനിൽ കൺസ്യൂമറിന്റെ ബിഹേവിയറും എങ്ങനെയായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. Then psychological factors, second factor motivation ആണ്. മോട്ടിവേഷൻ എങ്ങനെ കൺസ്യൂമർ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു? It refers to the driving force behind the particular behavior of an individual. അപ്പൊ ഓരോ ഇൻഡിവിജ്വലിന്റെയും ബിഹേവിയറിനെ ഡ്രൈവ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ മോട്ടിവേഷൻ കിട്ടുമ്പോൾ കൺസ്യൂമർ ബിഹേവിയർ ചേഞ്ച് ചെയ്യുന്നു. സോ ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് എന്താണ് ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് താല്പര്യമൊന്നും ഇല്ലായിരിക്കുന്ന സമയമാണ്, ഇപ്പൊ ഓണം സീസൺ ആണ്, നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമൊന്നുമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് പുതിയ ഓഫറുകൾ, പുതിയ ഡിസ്കൗണ്ടുകളെ കുറിച്ചൊക്കെ നിങ്ങൾ അഡ്വർടൈസ്മെന്റ് കാണുന്നത്. അപ്പൊ എന്താണ് 50% ഓഫ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ക്യാഷ് ബാക്ക് ഓഫറുകള്, പുതിയ ഓഫറുകളും ഡിസ്കൗണ്ടുകളും ഒക്കെ അനൗൺസ് ചെയ്തു. സോ ആ സമയത്ത് എന്താണ് നിങ്ങളുടെ ഉള്ളിൽ ഒരു മോട്ടിവേഷൻ ഉണ്ടായി, കൺസ്യൂമർ ബിഹേവിയർ ചേഞ്ച് ചെയ്യും. നിങ്ങൾക്ക് എന്താണ് ഇൻട്രസ്റ്റ് ഇല്ലാതെ നിങ്ങൾ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കും. സോ അതാണ് എന്താണ് മോട്ടിവേഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പൊ ഡ്രൈവിംഗ് ഫോഴ്സ് ബിഹൈൻഡ് ദ പർട്ടിക്കുലർ ബിഹേവിയർ. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രോസസ് ദാറ്റ് ഇനിഷിയേറ്റ്, ഗൈഡ് ആൻഡ് മെയിൻറ്റെയിൻ ദ ഗോൾ ഓറിയന്റഡ് ബിഹേവിയർ ഓഫ് ആൻ ഇൻഡിവിജ്വൽ. അപ്പൊ എന്താണ് ഒരു ഗോൾ ഓറിയന്റഡ് ബിഹേവിയറിലോട്ട്, ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന കൺസ്യൂമർ ബിഹേവിയറിലോട്ട് ഉള്ളൊരു ഇനിഷ്യേറ്റീവ്സ് അല്ലെങ്കിൽ അതിനെ ഗൈഡ് ചെയ്ത് അതിലോട്ട് എത്തിക്കുക എന്ന് പറയുന്നതാണ് മോട്ടിവേഷൻ എന്ന്
പറയുന്നത്. സോ ഇൻ എ കൺസ്യൂമർ ബിഹേവിയർ കോണ്ടെക്സ്റ്റ് it is a drive to satisfy the needs and wants, both physiological and psychological, through the purchase and use of product and services. ഇപ്പൊ ഒരു നീഡ് സാറ്റിസ്ഫൈങ് ആണ്, നീഡ്സ് ആൻഡ് വാണ്ട്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ആണ്. അപ്പൊ എന്റെ എന്താണ് ഒരു പ്രോഡക്റ്റ് മേടിക്കണം എന്നുള്ള ആഗ്രഹത്തെ സാറ്റിസ്ഫൈ ചെയ്യാൻ എന്തിനു സാധിച്ചു? മോട്ടിവേഷന് സാധിച്ചു. അപ്പൊ ഒരു ഓഫർ വന്നു, ഡിസ്കൗണ്ട് വന്നു, ക്യാഷ് ബാക്ക് വന്നു. അപ്പൊ എന്ത് ചെയ്തു? ഞാൻ ആ പർച്ചേസ് ചെയ്യാനുള്ള എന്റെ നീഡിനെ, എന്റെ വാണ്ടിനെ എന്ത് ചെയ്തു? മോട്ടിവേറ്റ് ചെയ്തു. എന്റെ കൺസ്യൂമർ ബിഹേവിയർ എന്തായിട്ട് മാറി? ഒരു പർച്ചേസ് ആയിട്ട് മാറി. അതുകൊണ്ടാണ് ഫെസ്റ്റിവൽ സീസണിൽ കൂടുതൽ എന്താണ് സെയിൽസ് നടക്കാനായിട്ട് സാധിക്കുന്നത്. ആമസോണും ഫ്ലിപ്കാർട്ടും പോലെയുള്ള വലിയ എന്താണ് ഓൺലൈൻ കമ്പനി അവരുടെ ഓഫറുകൾ പുറപ്പെടുവിക്കുന്ന സമയത്ത് ആ ഓഫറുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മോട്ടിവേഷൻ ആണ്. കൂടുതൽ പർച്ചേസ് നടക്കുന്നു, അവരെ സംബന്ധിച്ച് കൂടുതൽ സെയിൽ നടക്കുന്നു. നമ്മളെ സംബന്ധിച്ച് എന്താണ്? കൂടുതൽ പർച്ചേസ് നടത്തുന്നു. കാരണം പ്രൈസ് ഡിസ്കൗണ്ടുകൾ എന്ന് പറയുന്നത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നു. സോ അപ്പം ദ ഡ്രൈവിംഗ് ഫോഴ്സ് ബിഹൈൻഡ് എ പർട്ടിക്കുലർ ബിഹേവിയർ. So the nature and the intensity of motivation is a major factor affecting the behavior of a consumer. അപ്പൊ അതിന്റെ നേച്ചറിന് അനുസരിച്ച്, അതിന്റെ ഇന്റൻസിറ്റിക്ക് അനുസരിച്ച്, നമ്മൾ കൊടുക്കുന്ന മോട്ടിവേഷന്റെ നേച്ചർ അനുസരിച്ച്, ഇന്റൻസിറ്റിക്ക് അനുസരിച്ച് കൺസ്യൂമർ ബിഹേവിയർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ കൂടുതൽ ഓഫർ കൊടുത്ത് കൂടുതൽ ഡിസ്കൗണ്ട് കിട്ടുന്ന സ്ഥലത്ത് കൂടുതൽ എന്താണ്? കൺസ്യൂമർ പർച്ചേസ് ചെയ്യാനായിട്ട് തയ്യാറാകും. അപ്പൊ അതുകൊണ്ടാണ് എന്താണ് കൺസ്യൂമർ ബിഹേവിയർ മോട്ടിവേഷൻ അനുസരിച്ച് ചേഞ്ച് ചെയ്യുമെന്ന് പറയുന്നത്. സോ നമ്മൾ എന്താണ് ഒരു റിഡക്ഷൻ സെയിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോർഡ് നമ്മുടെ കടയുടെ മുന്നിൽ തൂക്കി കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർ എന്ത് ചെയ്തു? കടയിലോട്ട് കയറുന്നു. കൺസ്യൂമർ ബിഹേവിയർ ചേഞ്ച് ചെയ്തു. എന്തുകൊണ്ടാ? മോട്ടിവേഷൻ ഫാക്ടർ. ഇറ്റ് റെഫേഴ്സ് ടു ദ ഡ്രൈവിംഗ് ഫോഴ്സ് ബിഹൈൻഡ് ദ പർട്ടിക്കുലർ ബിഹേവിയർ ഓഫ് ദ ഇൻഡിവിജ്വൽ. അപ്പൊ ഒരു ഇൻഡിവിജ്വലിന്റെ എന്താണ് പർട്ടിക്കുലർ ബിഹേവിയറിനെ ഡ്രൈവ് ചെയ്യാനുള്ള കഴിവ് എന്തിനുണ്ട്? മോട്ടിവേഷൻ ഉണ്ട്. മാസ്ലോയുടെ നീഡ് ഹയറാർക്കി തിയറിയിൽ പറയുന്നത് പോലെ ഓരോ നീഡും അറ്റൈൻ ചെയ്ത് കഴിയുമ്പോൾ അടുത്ത നീഡിലോട്ട് എത്താനാണ് നമ്മൾ ശ്രമിക്കാറുള്ളത്. അപ്പൊ അതിന്റെ ബേസിക് നീഡ് തൊട്ട് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് വരെ എന്ത് ചെയ്യുന്നുണ്ട്? മോട്ടിവേഷൻസ് ആ. ഓരോന്ന് അറ്റൈൻ ചെയ്യുമ്പോഴും നെക്സ്റ്റിലോട്ട് എത്താനുള്ള മോട്ടിവേഷൻ ആണ് പറയുന്നത്. യെസ്, അടുത്തോട്ട് പോകാം നമുക്ക്. സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിലെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നതാണ് പെർസെപ്ഷൻ ഓർ അവയർനെസ്. നമ്മുടെ കാഴ്ചപ്പാടാണ്, നമ്മുടെ പെർസെപ്ഷൻ ആണ്. സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ്. എന്റെ പെർസെപ്ഷൻ അല്ല അടുത്ത ആളുടെ പെർസെപ്ഷൻ, അതല്ല ഒരു തേർഡ് പാർട്ടിയുടെ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് ആൻ ഇൻഡിവിജ്വൽ അറ്റൈൻ അവയർനെസ് ഓർ അണ്ടർസ്റ്റാൻഡിംഗ്സ് ഓഫ് ഹിസ് എൻവയോൺമെന്റ് ത്രൂ ഹിസ് സെൻസ് ഓർ ഹിസ് മൈൻഡ്. യെസ്, എങ്ങനെയാണ് പെർസെപ്ഷൻ ഉണ്ടാകുന്നത്? ഒരു പ്രോസസ് ആണ്. ബൈ വിച്ച് ആൻ ഇൻഡിവിജ്വൽ അറ്റൈൻ അവയർനെസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ്സ്. അപ്പൊ നമുക്കെല്ലാം എന്താണ്? കുറെ അവയർനെസ് ഉണ്ട്, അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ട്. എങ്ങനെയാണ് ആ അവയർനെസ്സും അണ്ടർസ്റ്റാൻഡിംഗും ഉണ്ടാകുന്നത്? ഓഫ് ഹിസ് എൻവയോൺമെന്റ് ത്രൂ ഹിസ് സെൻസ്. നമ്മുടെ സെൻസ് കൊണ്ടായിരിക്കാം, നമ്മുടെ കാഴ്ചപ്പാട്, നമ്മുടെ വിഷൻ, നമ്മുടെ ഹിയറിംഗ്, നമ്മുടെ സ്മെൽ, ടേസ്റ്റ് ആൻഡ് ടച്ച്. അപ്പൊ നമ്മൾ എന്താണ് ഇതുവരെ കണ്ടിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, നമ്മൾ കേട്ടിട്ടുള്ള, നമ്മൾ അറിഞ്ഞിട്ടുള്ള, ടേസ്റ്റ് ചെയ്തിട്ടുള്ള, ടച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അപ്പൊ നമ്മുടെ സെൻസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ കുറെ കാര്യങ്ങൾ അറിഞ്ഞു വെച്ചിട്ടുണ്ട്. ഓൺ ഹിസ് മൈൻഡ്, നമ്മുടെ മൈൻഡിൽ കുറെ കാര്യങ്ങളുണ്ട്. എങ്ങനെയാ നമ്മുടെ മൈൻഡിൽ വരുന്നത്? നമ്മുടെ വായനയിലൂടെ, അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസിലൂടെ, നമ്മൾ കണ്ടിട്ടുള്ള അഡ്വർടൈസ്മെന്റിലൂടെ, ഇതിലൂടെയൊക്കെ എന്താണ് നമ്മുടെ മൈൻഡിൽ കുറെ കാര്യങ്ങൾ കിടപ്പുണ്ട്. നമ്മുടെ കോൺഷ്യസ് ആയിട്ടുള്ള, സബ് കോൺഷ്യസ് ആയിട്ടുള്ള, അൺകോൺഷ്യസ് ആയിട്ടുള്ള മൈൻഡിൽ കുറെ ഇൻഫർമേഷൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ സെൻസിന്റെയും നമ്മുടെ മൈൻഡിലുള്ള ഇൻഫർമേഷന്റെയും കൂടെ കുറെ എന്താണ് സങ്കലനമാണ് നമ്മുടെ അവയർനെസ്സും അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഓരോ പ്രോഡക്റ്റിനോടുമുള്ള കൺസ്യൂമറുടെ ബിഹേവിയർ മാറുന്നത്, അല്ല പെർസെപ്ഷൻ മാറുന്നത്. സോ ഇവിടെ കൊടുത്തിരിക്കുന്ന എന്താണ് എക്സാമ്പിൾ അനുസരിച്ച് നമുക്ക് നോക്കിയാൽ അറിയാം. 3 സോഫ്റ്റ്വെയർ ആണ്. ആൻഡ്രോയിഡ് ഫോണുകളുണ്ട്, അതുപോലെ തന്നെ വിൻഡോസ് ഫോണുകളുണ്ട്, ആപ്പിൾ ഫോണുകളുണ്ട്. സോ 3 ഫോണുകളിലോടും അല്ല 3 എന്താണ് സോഫ്റ്റ്വെയർസിനോടും 3 പെർസെപ്ഷൻ ആണ് കൺസ്യൂമേഴ്സിനുള്ളത്. ഒരു വലിയ ഗ്രൂപ്പ് എന്താണ് ആൻഡ്രോയിഡ് ഫോണിനോട് എന്താണ് പോസിറ്റീവ് ആയിട്ടുള്ള അല്ല ലൈക്കിങ് കാണിക്കുമ്പോൾ വിൻഡോസിനോട് കാണിക്കുന്ന ആൾക്കാരുണ്ട്, ആപ്പിളിനോട് കാണിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു വലിയ മജോറിറ്റി ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനോട് ഡിസ്ലൈക്ക് ചെയ്യുന്നവരുമുണ്ട്. സോ അപ്പൊ പെർസെപ്ഷൻ വ്യത്യാസമുണ്ട്. എന്റെ പെർസെപ്ഷൻ അല്ല അടുത്തയാളുടെ പെർസെപ്ഷൻ. അതുകൊണ്ടാണ് 3 ടൈപ്പ് സോഫ്റ്റ്വെയർസിനും ഓഡിയൻസ് ഉള്ളത്. യെസ്, അപ്പൊ അതാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. പെർസെപ്ഷൻ ഡിഫർ ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ആൻഡ്രോയിഡ് ഇഷ്ടപ്പെടുന്നവര് മറ്റ് ഫോണുകളെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ വിൻഡോസ് ഇഷ്ടപ്പെടുന്നവർ ഉണ്ട്, അവർക്ക് മറ്റു 2 കാറ്റഗറി ഇഷ്ടമില്ല. ആപ്പിൾ ഇഷ്ടപ്പെടുന്നവരുണ്ട്, അവർക്ക് മറ്റു 2 കാറ്റഗറി ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പൊ പെർസെപ്ഷൻ ആണ്, കാഴ്ചപ്പാടാണ്. അപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പെർസെപ്ഷൻ ഉണ്ടാകുന്നത്?
then his sense or his mind. നമ്മുടെ സെൻസ് വഴി നമ്മുടെ മൈൻഡിലുള്ള കാര്യങ്ങളുടെ ഒരു സങ്കലനമാണ് നമ്മുടെ പെർസെപ്ഷൻ ആയിട്ട് റിഫ്ലക്ട് ചെയ്യുന്നത്. In the context of consumer behavior, different consumers have the different perception regarding a particular product. അപ്പൊ ഡിഫറെന്റ് കൺസ്യൂമേഴ്സിനെ എടുത്താൽ ഡിഫറെന്റ് പെർസെപ്ഷൻ ആണ്. അതുകൊണ്ടാണ് ഒരു സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ എല്ലാ സിനിമയും ഒരുപോലെ സക്സസ് ആയി മാറാത്തത്. ദെൻ രണ്ട് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലുള്ള മാരുതി സുസുക്കി ആൻഡ് ടൊയോട്ടോ, രണ്ടും നല്ല എന്താണ് കമ്പനിയാണ്. പക്ഷെ എന്താണ് രണ്ട് പെർസെപ്ഷൻ ഉണ്ട്. കുറെ ആൾക്കാർക്ക് എന്താണ് മാരുതിയോട് താല്പര്യമുള്ളപ്പോ കുറെ ആൾക്കാർക്ക് ടൊയോട്ടയോട് താല്പര്യമുണ്ട്. സോ പെർസെപ്ഷൻ ആണ്, അവരുടെ കാഴ്ചപ്പാടാണ്, അവരുടെ അവയർനെസ് ആണ് അതിനെ അഫക്ട് ചെയ്യുന്നത്. യെസ്, നെക്സ്റ്റ് ഫാക്ടർ എന്തിനെ കുറിച്ച് പറയാം? സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എടുത്താൽ ലേണിംഗ് ആണ് പറയുന്നത്. ഇറ്റ്സ് an ongoing process ആണ്. നമ്മൾ എപ്പോഴും എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഈസ് an ongoing process of transferring informations and experience into knowledge, skill, behavior and attitudes. ഇതൊരു ഓൺഗോയിങ് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ജനിക്കുമ്പോൾ മുതൽ മരണം വരെയുള്ള സമയത്ത് നമ്മൾ ഓരോ പുതിയ പുതിയ കാര്യങ്ങളെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പുതിയ പുതിയ ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് ആൻ ഓൺഗോയിങ് പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് ഇൻഫർമേഷൻസ് ആൻഡ് എക്സ്പീരിയൻസ്. നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ്, നമ്മൾ വായിച്ചിട്ടുള്ള, നമ്മൾ കണ്ടിട്ടുള്ള ഇൻഫർമേഷൻസ്, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കുറെ എന്താണ് കാര്യങ്ങൾ, ഇതെല്ലാം എന്തായിട്ട് മാറുവാണ്? നമ്മുടെ നോളജ് ആയിട്ട് മാറും, നമ്മുടെ സ്കില്ലായിട്ട് മാറും, നമ്മുടെ ബിഹേവിയർ ആൻഡ് ആറ്റിറ്റ്യൂഡ് ആയിട്ട് മാറുന്നു. So it is an ongoing process of transferring informations and experience into knowledge, skills, behavior and attitudes. So the important aspect of learning is that it will lead to change in the behavior of a person. അപ്പൊ എന്താണ്? ലേണിംഗ് കൂടുന്നതിനനുസരിച്ച്, നമ്മൾ എഡ്യൂക്കേഷന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്, the important aspect of learning is that leads to change in behavior of a person. ലേണിംഗ് കൂടുമ്പോൾ നമ്മുടെ എന്താണ് നോളജ് കൂടുകയാണ് ചെയ്യുന്നത്, നമ്മുടെ സ്കില്ല് കൂടുകയാണ്, നമ്മുടെ ബിഹേവിയർ ആൻഡ് ആറ്റിറ്റ്യൂഡ് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ഇൻക്രീസ് ഇൻ ദ നോളജ് റിസൾട്ട് ഇൻ ബിഹേവിയർ ചേഞ്ച്. നമ്മുടെ നോളജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്യും. അതാണ് കൺസ്യൂമർ ബിഹേവിയറിൽ പറയുന്നത്. സോ ഇപ്പൊ നിങ്ങൾ എന്താണ് ബികോമിന് പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങൾ ക്യാപിറ്റൽ മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാനായിട്ട് തുടങ്ങി. അപ്പൊ ഇതുവരെ നിങ്ങൾക്ക് അറിയാൻ മേലാഞ്ഞ ഒരു മേഖലയായിരുന്നു. എങ്ങനെ എന്താണ് ഷെയർ പർച്ചേസ് ചെയ്യും, എങ്ങനെ ട്രേഡിംഗ് നടത്തും എന്നറിയില്ല. പക്ഷെ നിങ്ങളുടെ ലേണിംഗ്, നിങ്ങൾ എന്താണ് പഠിച്ചു വന്ന സമയത്ത് നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നോളജ് ഉണ്ടായി. ആ നോളജ് നിങ്ങൾ എന്തിലോട്ട് എത്തിക്കാം? ഒരു ട്രേഡിങ്ങിലോട്ട് എത്തിക്കാം. അപ്പൊ ലേണിംഗ് ആണ്, പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു. GST പഠിക്കുന്നു. GST പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് GSTയുടെ അഡ്വാൻറ്റേജ് എന്താണ്, ഡിസഡ്വാൻറ്റേജസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. GST ഉള്ള ഷോപ്പിൽ പോയാൽ ഇല്ലാത്ത ഷോപ്പിൽ പോയാലുള്ള ബെനിഫിറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ലേണിംഗ് ആണ്. ആ ലേണിംഗ് എന്തായിട്ട് മാറി? ഒരു നോളജ് ആയിട്ട് മാറി. ആ നോളജിന്റെ അടിസ്ഥാനം നിങ്ങളുടെ കൺസ്യൂമർ ബിഹേവിയർ എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. അപ്പൊ ഇൻക്രീസ് ഇൻ നോളജ് റിസൾട്ട് ഇൻ ബിഹേവിയറൽ ചേഞ്ചസ്. അതെന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ കൂടുതൽ അറിയും തോറും നമ്മുടെ കൺസ്യൂമർ ബിഹേവിയർ ചേഞ്ച് ചെയ്യും. അപ്പൊ നമ്മൾ എന്താണ് ചില പ്രോഡക്റ്റുകൾ മാറി പുതിയ പ്രോഡക്റ്റുകൾ പരീക്ഷിക്കും. കാരണം എന്താ? കൺസ്യൂമർ ബിഹേവിയർ ചേഞ്ച് ചെയ്തു. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? ബിലീഫ്സ് ആണ്. It is a psychological condition in which the individual strongly think an idea or principle as true. Beliefs എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഞാൻ ചില കാര്യങ്ങളിൽ എന്താണ് അന്ധമായിട്ട് ട്രസ്റ്റ് ചെയ്യുകയാണ്. ഞാൻ വിശ്വസിക്കുന്ന ഐഡിയ, ഞാൻ വിശ്വസിക്കുന്ന പ്രിൻസിപ്പിൾ ട്രൂ ആണ്. അതാണ് എന്താണ് കൺസ്യൂമർ ബിഹേവിയറിനെ അഫക്ട് ചെയ്യുന്നത്. അപ്പം സൈക്കോളജിക്കൽ കണ്ടീഷൻ ആണ്. ദ ഇൻഡിവിജ്വൽ സ്ട്രോങ്ലി തിങ്ക് ആൻ ഐഡിയ ഓർ പ്രിൻസിപ്പിൾ ആർ ട്രൂ. ഇതാണ് ശരി എന്ന് വിശ്വസിക്കുന്നു. സോ അതുകൊണ്ടാണ് ഫെയർ ലവ്ലി പോലുള്ള പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ ധാരാളമായിട്ട് വിൽക്കപ്പെടുന്നത്. ഫെയർ ലവ്ലിന്റെ അഡ്വർടൈസ്മെന്റ് തന്നെ എന്താണ്? ഫെയർ ലവ്ലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വെളുക്കും എന്നാണ് പറയുന്നത്. പക്ഷെ അതെന്താണ്? ദ തിങ്ക് ആൻ ഐഡിയ ഓർ പ്രിൻസിപ്പിൾ ആസ് ട്രൂ. അത് സ്ട്രോങ്ലി ബിലീവ് ചെയ്യണം. ഇൻഡിവിജ്വൽ സ്ട്രോങ്ലി തിങ്സ് ആൻ ഐഡിയ ഓർ പ്രിൻസിപ്പിൾ ആസ് ട്രൂ. അത് സത്യമാണെന്ന് വിശ്വസിക്കുകയാണ്. സോ ബിലീഫ്സ് ആണ്, സൈക്കോളജിക്കൽ കണ്ടീഷൻ ആണ്. ഇറ്റ് ഈസ് എ മെന്റൽ സ്റ്റേറ്റ് ഇൻ വിച്ച് ട്രസ്റ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ദ പേഴ്സൺ ഓർ ഐഡിയ ഓർ ആൻ ഒബ്ജെക്ട്. അപ്പൊ എന്താണ്? ഒരു ട്രസ്റ്റ് ആണ്. നമ്മൾ ആ ട്രസ്റ്റ് ചെയ്യുകയാണ്. എവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യുകയാണ്? ഒരു പേഴ്സണിൽ, ഒരു ഐഡിയയിൽ, ഒരു ഒബ്ജക്റ്റിൽ എന്താണ് നമ്മൾ പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ദ ബൈയിങ് ബിഹേവിയർ ഓഫ് കൺസ്യൂമർ ഈസ് സ്ട്രക്ചർഡ് ഓൺ ദ ബേസിസ് ഓഫ് ബിലീഫ്സ്. അപ്പൊ ഈ ബിലീഫ്സിന്റെ അടിസ്ഥാനത്തിലാണ് കൺസ്യൂമർ ബൈയിങ് ബിഹേവിയറും സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ്? ബിലീഫ്സ് ഇൻ ദ പ്രോഡക്റ്റ്, കമ്പനീസ്, മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്, മാർക്കറ്റ് ആൻഡ് ദ എൻറ്റയർ മാർക്കറ്റിംഗ് സിസ്റ്റം.
അപ്പൊ എന്താണ് അവരുടെ ബിലീവ്സ് അനുസരിച്ച്, ഇപ്പൊ എന്റെ ബിലീവ്സ് അനുസരിച്ച് എന്താണ് ബിലീവ്സ്, ഞാനൊരു പ്രോഡക്റ്റിൽ വിശ്വസിക്കുന്നു, ഒരു കമ്പനിയുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിൽ വിശ്വസിക്കുന്നു, കമ്പനിയുടെ മാർക്കറ്റിൽ വിശ്വസിക്കുന്നു, അവരുടെ എൻറ്റയർ മാർക്കറ്റിംഗ് സിസ്റ്റത്തിൽ വിശ്വസിക്കുന്നു എങ്കിൽ ഞാൻ എന്താണ് ഏത് സാഹചര്യത്തിലും ആ പ്രോഡക്റ്റ് ആയിരിക്കും പർച്ചേസ് ചെയ്യുന്നത്. ആ പ്രോഡക്റ്റ് ബെറ്റർ ആയിരിക്കാം, ബെറ്റർ അല്ലായിരിക്കാം, പക്ഷെ എന്റെ ബിലീവ്സ് ആണ് എന്നെ എന്താണ് ആ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ നിർബന്ധിതനാക്കുന്നത്. സോ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു എക്സാമ്പിൾ നോക്കി കഴിഞ്ഞാൽ എന്താണ്, ഒരാൾ പറയുന്നു ഇത് 4 എണ്ണം ഉണ്ട്, ഒരാൾ പറയുന്നു ഇത് 3 എണ്ണം ഉണ്ട് എന്ന്. യെസ്, ബിലീവ്സ് ആണ്. ബിലീവ്സ് എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താണ്, അവർ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുകയാണ്. ഇറ്റ്സ് എ മെന്റൽ സ്റ്റേറ്റ് ഇൻ വിച്ച് ട്രസ്റ്റ് ഇൻ ദ പ്ലേസ് ഇൻ എ പേഴ്സൺ ഓർ ഐഡിയ ഓർ ഒബ്ജക്റ്റ്. സോ അപ്പൊ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിനകത്തെ ലാസ്റ്റ് വൺ നമുക്ക് നോക്കാം, ആറ്റിറ്റ്യൂഡ് ആണ്. എങ്ങനെയാണ് ആറ്റിറ്റ്യൂഡ് കൺസ്യൂമർ ബിഹേവിയറിനെ ചേഞ്ച് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ മെന്റൽ സ്റ്റേറ്റ് ടു റെസ്പോണ്ട് ഇൻ എ കൺസിസ്റ്റന്റ്ലി ഫേവറബിൾ ഓർ അൺഫേവറബിൾ മാനർ വിത്ത് റെസ്പെക്ട് ടു എ ഗിവൺ ഒബ്ജക്ട്. സോ അപ്പൊ ആറ്റിറ്റ്യൂഡ് ആണ്. അപ്പൊ റെസ്പോൺസ് ആണ്, ദ മെന്റൽ സ്റ്റേറ്റ് ടു റെസ്പോൺസ് ഇൻ എ കൺസിസ്റ്റന്റ്ലി ഫേവറബിൾ ഓർ അൺഫേവറബിൾ മാനർ. ഒരു പർട്ടിക്കുലർ ഒബ്ജക്ട്, പർട്ടിക്കുലർ പ്രോഡക്റ്റിനോട് നമുക്ക് എന്താണ് ഫേവറബിൾ ആയിട്ടും അൺഫേവറബിൾ ആയിട്ടും ബിഹേവ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ആറ്റിറ്റ്യൂഡ് ആണ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ് ആണ് അവിടെ റിഫ്ലക്ട് ചെയ്യുന്നത്. ഇത് ടൈം ആറ്റിറ്റ്യൂഡ് റെപ്രസെന്റ്സ് ദ ഡിഗ്രി ഓഫ് ലൈക്ക് ഓർ ഡിസ്ലൈക്ക് ഓഫ് എ പേഴ്സൺ ഫോർ സംതിങ്. യെസ്, ഒരു പ്രോഡക്റ്റിനോടുള്ള നമ്മുടെ ലൈക്കും ഡിസ്ലൈക്കുമാണ് കൺസ്യൂമർ ബിഹേവിയർ നമ്മൾ കാണാറുള്ളതാണ്. ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 100% കൺസ്യൂമേഴ്സും ആ പ്രോഡക്റ്റ് ലൈക്ക് ചെയ്യത്തില്ല, ഡിസ്ലൈക്കും ചെയ്യത്തില്ല. സോ ദ ടൈം ആറ്റിറ്റ്യൂഡ്, അവിടെയാണ് ആറ്റിറ്റ്യൂഡ് വരുന്നത്. ടൈം ആറ്റിറ്റ്യൂഡ് റെപ്രസെന്റ് ദ ഡിഗ്രി ഓഫ് ലൈക്ക് ഓർ ഡിസ്ലൈക്ക് ഓഫ് എ പേഴ്സൺ ഫോർ സംതിങ്. യെസ്, അപ്പൊ അവിടെ ലൈക്ക് ഉണ്ടാകാം, ഡിസ്ലൈക്ക് ഉണ്ടാകാം, യെസ് ഉണ്ടാകാം, നോ ഉണ്ടാകാം, കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകാം, ട്രസ്റ്റ് ഉണ്ടാകാം, അതുപോലെ വാല്യൂ ആൻഡ് യൂട്ടിലിറ്റീസും ഉണ്ടാകാം. സോ അപ്പൊ അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. യെസ്, ദ ലൈക്കിംഗ് ഓർ ഡിസ്ലൈക്കിംഗ് ഓഫ് കൺസ്യൂമേഴ്സ് ഫോർ ദ പ്രോഡക്റ്റ് ഓർ സർവീസ് ഡിസൈഡ്സ് ദ നേച്ചർ ഓഫ് ഹിസ് ആറ്റിറ്റ്യൂഡ്. അപ്പൊ എങ്ങനെയാണ് ഒരു പ്രോഡക്റ്റിനെ സംബന്ധിക്കുന്ന ലൈക്കും ഡിസ്ലൈക്കും ഉണ്ടാകുന്നത്? Yes, decide the nature of his attitude. Consumer attitude ആണ്, പോസിറ്റീവ് ഓർ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് ടുവാർഡ് that product or service. ആ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസിനോടുള്ള കൺസ്യൂമേഴ്സിന്റെ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണ്. ഒരു നല്ല സിനിമയെ സക്സസും ആക്കാം, ഫെയിലിയറും ആക്കാം, കൺസ്യൂമറുടെ ബിഹേവിയർ ആണ്, അവരുടെ ആറ്റിറ്റ്യൂഡ് ആണ്. ദെൻ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ ഫിലിമും സക്സസ് ആകും, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ ഫിലിം ഫെയിലിയർ ആകും. സോ ആറ്റിറ്റ്യൂഡ് ആണ്. Thus the attitude is considered as the major factor influencing consumer behavior. അതുകൊണ്ടാണ് കൺസ്യൂമർ ബിഹേവിയറിനെ ആറ്റിറ്റ്യൂഡ് റിഫ്ലക്ട് ചെയ്യുന്നു എന്ന് പറയുന്നത്. സോ കസ്റ്റമർ ഇസ് ദ കിങ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. അപ്പൊ കസ്റ്റമറുടെ ആറ്റിറ്റ്യൂഡും കൺസ്യൂമർ ബിഹേവിയറിനെ റിഫ്ലക്ട് ചെയ്യും. സോ അപ്പൊ നമ്മുടെ എന്താണ് മൂന്നാമത്തെ മെയിൻ ഫാക്ടേഴ്സ് എടുത്തു കഴിഞ്ഞാൽ, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കൺസ്യൂമർ ബിഹേവിയറിനകത്തെ ഫസ്റ്റ് വൺ നമ്മൾ പഠിച്ചിരുന്ന പേഴ്സണൽ ഫാക്ടർ ആയിരുന്നു, സെക്കൻഡ് വൺ സോഷ്യൽ ഫാക്ടർ ആണ്. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന തേർഡ് ഫാക്ടർ ആയിട്ടുള്ള സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആയിരുന്നു. ഇനി നമുക്ക് എന്താണ് അതിന്റെ ലാസ്റ്റ് ഫോർത്ത് വണ്ണിലോട്ട് പോകാം. ഫോർത്ത് വൺ എന്ന് പറയുന്നത് കൾച്ചറൽ ഫാക്ടേഴ്സ് ആണ്. Cultural factors, the cultural factors exert a significant influence over the purchase decisions and the buying behavior of a consumer. The major cultural determinants of consumer behavior as follows. First one is culture and the second one is religion. രണ്ട് ഫാക്ടേഴ്സ് ആണ് അവിടെ അഫക്ട് ചെയ്യുന്നത്. ഒന്ന് കൾച്ചർ, സെക്കൻഡ് വൺ ഈസ് റിലീജിയൻ. എങ്ങനെയാണ് കൾച്ചറും റിലീജിയനും നമ്മളെ അഫക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കൺസ്യൂമർ ബിഹേവിയർ, fourth main factor cultural factors. First one culture. Yes, it means a set of shared values, goals, customs, habit, attitude and belief of a communities and transmitted from generation to generation within that community. Yes, ഒരു particular community എടുത്തു കഴിഞ്ഞാൽ ആ കമ്മ്യൂണിറ്റിയിൽ ജനറേഷൻ ടു ജനറേഷൻ ഓരോ ജനറേഷനിൽ നിന്നും കൈമാറി വന്നിരുന്ന ചില വാല്യൂസ് ഉണ്ട്, ചില ഗോൾസ്, ചില കസ്റ്റംസ്, ഹാബിറ്റ്, ആറ്റിറ്റ്യൂഡ്, ബിലീഫ്സ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? കൾച്ചർ എന്ന് വിളിച്ചത്. അപ്പൊ ജനറേഷൻ ടു ജനറേഷൻ എന്താണ്? ഇത് മാറി വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ആ പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരുടെ വാല്യൂസും എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഗോൾസും കസ്റ്റംസും ഹാബിറ്റും ആറ്റിറ്റ്യൂഡ്സും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ജനറേഷൻ ടു ജനറേഷൻ ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട്. സോ ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യൻ ട്രഡീഷണൽ ഡ്രസ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ കൾച്ചർ ആണ്. ഇപ്പൊ കേരളത്തിലുള്ള എന്താണ് ഒരു ട്രഡീഷൻ അല്ല, ഒരു കൾച്ചർ അല്ല. നമ്മള് നോർത്ത് ഇന്ത്യയിലോട്ടോ അല്ലെ സൗത്ത് ഇന്ത്യയിലുള്ളതല്ല
നോർത്ത് ഇന്ത്യയിലോട്ട് പോയി കഴിഞ്ഞാൽ, ഓരോ സ്റ്റേറ്റിലോട്ടും പോയി കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കൾച്ചറിനകത്ത് വ്യത്യാസമുണ്ട്. സോ അപ്പൊ it means a set of shared values, goal, customs, habit, attitude and the belief of a communities and transmitted from generation to generation within that community. The purchase decision of the consumers is greatly influenced by the culture uphold him and his society. Yes, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കൾച്ചറൽ ഫാക്ടേഴ്സ് ഒരു കൺസ്യൂമർ ബൈയിങ് ബിഹേവിയറിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ റിലീജിയനെ കുറിച്ചാണ് അടുത്തായിട്ട് പറയാനുള്ള. കൾച്ചറൽ ഫാക്ടർ റിലീജിയൻ എടുത്താൽ, റിലീജിയൻ പുട്ട് ഫോർവേഡ് സർട്ടൻ വാല്യൂ സിസ്റ്റംസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഫോർ ബിലീവേഴ്സ്. അപ്പൊ ബിലീവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യുന്നുണ്ട്, സർട്ടൻ വാല്യൂ സിസ്റ്റംസ് അല്ല പ്രിൻസിപ്പിൾസ് എന്ത് ചെയ്യുന്നുണ്ട്, മുന്നോട്ട് വെക്കുന്നുണ്ട്. സോ ദീസ് പ്രിൻസിപ്പിൾസ് ആൻഡ് വാല്യൂസ് ഇൻഫ്ലുവൻസ് ദ പർച്ചേസ് ഡിസിഷൻ ഓഫ് എ കൺസ്യൂമർ. ഇപ്പൊ നമുക്കറിയാനായിട്ട് സാധിക്കും, ഒരു കുട്ടി എന്താണ് ജനിച്ചു വീഴുന്ന സമയത്ത് അവിടെ റിലീജിയൻ ഒന്നുമില്ല. പിന്നെ എങ്ങനെയാണ് റിലീജിയൻ ഉണ്ടാകുന്നത്? യെസ്, ആ റിലീജിയൻ ഉണ്ടാകുന്നതാണ് ആ കുട്ടി വളരുന്ന സാഹചര്യമാണ്. അതൊരു ഹിന്ദു വീട്ടിലോട്ടാണ് പോകുന്നതെങ്കിൽ ഹിന്ദു, അല്ലെങ്കിൽ ക്രിസ്ത്യൻ ആണെങ്കിൽ ക്രിസ്ത്യൻ ആയിട്ട് മാറും, മുസ്ലിംസ് ആണെങ്കിൽ മുസ്ലിം ആയിട്ട് മാറും. അപ്പൊ അതിനനുസരിച്ച് എന്ത് സംഭവിക്കുന്നുണ്ട്, കൺസ്യൂമർ ബിഹേവിയറിലും വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. ഒരു ഹിന്ദു ഫാമിലിയിലാണ് വളരുന്നതെങ്കിൽ ആ കസ്റ്റംസ് അനുസരിച്ചായിരിക്കും, ആ കൺസ്യൂമർ ബിഹേവിയർ ആയിരിക്കും. ക്രിസ്ത്യൻ ആണെങ്കിൽ ആ കൺസ്യൂമർ ബിഹേവിയർ ആയിരിക്കും. ഇനി മുസ്ലിംസ് കുടുംബത്തിലാണെങ്കിൽ ആ കൺസ്യൂമർ ബിഹേവിയർ. അപ്പൊ ദീസ് പ്രിൻസിപ്പിൾസ് ആൻഡ് വാല്യൂസ് ഇൻഫ്ലുവൻസ് ദ പർച്ചേസ് ഡിസിഷൻ ഓഫ് എ കൺസ്യൂമർ. അപ്പൊ അവര് ഫോളോ ചെയ്യുന്ന, ഓരോ ഗ്രൂപ്പിലുള്ള ആൾക്കാർ ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് ആൻഡ് വാല്യൂസ് എന്തിനെ അഫക്ട് ചെയ്യുന്നുണ്ട്, ആ കുട്ടിയുടെ കൺസ്യൂമർ ബിഹേവിയറിനെ അഫക്ട് ചെയ്യും. അപ്പൊ പീപ്പിൾ ബിലോങ്സ് ടു ദ ഡിഫറെന്റ് റിലീജിയൻസ് ഹാവ് ദ ഡിഫറെന്റ് ലൈഫ്, ഡ്രസ് സ്റ്റൈൽസ് ആൻഡ് ഫുഡ് ഹാബിറ്റ്. അപ്പൊ ഓരോ കാറ്റഗറിയിൽപ്പെട്ട അല്ലെങ്കിൽ ഡിഫറെന്റ് റിലീജിയനിൽപ്പെട്ട ആൾക്കാർക്ക് ഡിഫറെന്റ് ലൈക്കിങ്സ് ഉണ്ട്, ഡ്രസ് സ്റ്റൈൽസ് ഉണ്ട് ആൻഡ് ദ ഫുഡ് ഹാബിറ്റ് ഉണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു വെഡിങ് ടൈമിൽ എന്താണ്, ഡ്രസ്സിന്റെ പർച്ചേസ് ആണ്. ഹിന്ദു വെഡിങ്സിലുള്ളതല്ല ക്രിസ്ത്യൻ വെഡിങ്, അതല്ല മുസ്ലിംസ് വെഡിങ്സിൽ യൂസ് ചെയ്യുന്നത്. സോ അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ മാർക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഡ്രസ്സിൽ പോലും എന്തുണ്ട്, ഒരു കൺസ്യൂമർ ബിഹേവിയർ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ അപ്പൊ കൾച്ചറൽ ഫാക്ടേഴ്സ് എടുത്തു കഴിഞ്ഞാൽ രണ്ട് ഫാക്ടേഴ്സ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള, കൾച്ചർ ആൻഡ് റിലീജിയൻ. സോ അപ്പൊ നമുക്ക് എന്താണ് ഈ എസ്സേ കൺക്ലൂഡ് ചെയ്യുമ്പോൾ, വാട്ട് യു മീൻ ബൈ കൺസ്യൂമർ ബിഹേവിയർ, എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്ന ഒരു 15 മാർക്കിന്റെ എസ്സേ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ ഗ്രാഫ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. മെയിൻ ആയിട്ട് 4 ക്ലാസിഫിക്കേഷൻ: പേഴ്സണൽ ഫാക്ടേഴ്സ്, സോഷ്യൽ ഫാക്ടേഴ്സ്, സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആൻഡ് ദ കൾച്ചറൽ ഫാക്ടേഴ്സ്. Personal factors is further classified into age, sex, education, occupation, income and the lifestyle. Social factors include reference group, family and roles and status. Personal factors influence the personality, motivation, perception, learning, beliefs and attitudes. Cultural factors include culture and religion. യെസ്, അപ്പൊ ഓരോ കാറ്റഗറി നിങ്ങൾ എടുത്തു നോക്കുക, ഈ കൺസ്യൂമർ ബിഹേവിയർ ചേഞ്ച് ചെയ്യുന്ന നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം ഇന്നത്തെ രണ്ടാമത്തെ ക്ലാസ്സിൽ പാർട്ട് 2 നമ്മൾ ഡിസ്കസ് ചെയ്ത സൈക്കോളജിക്കൽ ഫാക്ടേഴ്സും കൾച്ചറൽ ഫാക്ടേഴ്സും ആണ്. ഫസ്റ്റ് വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോ കാണുക. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എസ്സേ ടോപ്പിക് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഓരോ കാറ്റഗറിയും സെപ്പറേറ്റ് 4 മാർക്കിന് വേണമെങ്കിലും ചോദിക്കാം, അല്ലെ ഷോർട്ട് എസ്സേ ആയിട്ട് വേണമെങ്കിലും ചോദിക്കാം. അപ്പൊ നിങ്ങൾ എന്താണ് നന്നായിട്ട് പഠിക്കുക, നോട്ട് പ്രിപ്പയർ ചെയ്യുക. വീണ്ടും കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.